കഴിഞ്ഞ 2 തവണയായി ചലച്ചിത്ര താരവും CPM നേതാവുമായ M മുകേഷ് പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് കൊല്ലം നിയോജക മണ്ഡലം. CPMന് കൃത്യമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ കാലങ്ങളായി ഇടത് സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിച്ചു കയറുന്നത്. മുകേഷിന്റെ അവസാന വിജയത്തിലൂടെ തുടർച്ചയായി 4ാം വട്ടവും മണ്ഡലം LDFനൊപ്പം നിന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ 2072 വോട്ടിനാണ് മുകേഷ് പരാജയപ്പെടുത്തിയത്. മുകേഷിന് 58,524 വോട്ടും ബിന്ദു കൃഷ്ണയ്ക്ക് 56,452 വോട്ടും ലഭിച്ചു. BJPയുടെ M സുനിലിനാകട്ടെ 14,252 വോട്ടാണ് ലഭിച്ചത്. ജില്ലയിലെ പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പുകളെല്ലാം മറികടന്നാണ് CPM മുകേഷിന് വീണ്ടും അവസരം നൽകിയത്. മണ്ഡലത്തിൽ കാണാൻ കിട്ടാത്ത MLA എന്നായിരുന്നു UDFന്റെ പ്രധാനപ്പെട്ട ആരോപണം. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസനങ്ങളുടെ പട്ടിക നിരത്തിയാണ് മുകേഷ് അന്ന് അതിനെ പ്രതിരോധിച്ചത്. കോൺഗ്രസിൽ സീറ്റിന്റെ പേരിൽ നടന്ന തർക്കങ്ങൾക്കും ബിന്ദു കൃഷ്ണയുടെ കരച്ചിലിനും ഒടുവിലാണ് സ്ഥാനാർത്ഥിയായി ബിന്ദുവിനെ തീരുമാനിച്ചത്. DCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള പ്രവർത്തനവും മണ്ഡലത്തിലുള്ള പരിചയവും പിന്തുണയും കണക്കിലെടുത്തായിരുന്നു അന്നത്തെ ഈ തീരുമാനം. EMCC കരാറും ലൈഫ് പദ്ധതിയും അടക്കം ചർച്ചയാക്കിയ UDF ശബരിമല വിഷയവും പ്രചാരണത്തിന് ഉപയോഗിച്ചു. അതേസമയം സർക്കാരിന്റെ വികസന നേട്ടങ്ങളായിരുന്നു ഇടതുമുന്നണിയുടെ തുറപ്പുചീട്ട്. എന്നാൽ UDFന്റെയും BJPയുടെയും എല്ലാ പ്രചാരണങ്ങളെയും തകർത്ത് മുകേഷ് തന്നെ വീണ്ടും വിജയം നേടുകയായിരുന്നു. എന്നാൽ അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളത്. നിലവിലെ MLA ആയ മുകേഷിനെതിരെ വലിയൊരു വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മുകേഷ് തന്നെയായിരുന്നു ഇടത് സ്ഥാനാർത്ഥി. കൃത്യമായി CPMന് MLAക്കെതിരെയായുള്ള ജനവികാരം മനസ്സിലാക്കുന്നതിനുള്ള അവസരം കൂടിയായിരുന്നു ആ തിരഞ്ഞെടുപ്പ്. കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ കനത്ത തോൽവിയായിരുന്നു മുകേഷ് നേരിട്ടത്. ഇതോടെ അടുത്ത തവണ മുകേഷിനെ തന്നെ രംഗത്തിറക്കിയാൽ സമ്പൂർണ്ണ പരാജയം സംഭവിക്കുമെന്ന് CPM നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മുകേഷിനെ മാറ്റി മറ്റൊരാളെ മത്സരിപ്പിക്കുന്നതിനുള്ള നീക്കത്തിലാണ് CPM. നിലവിൽ ഏറ്റവും അധികം പരിഗണനയിലുള്ള പേര് യുവ വനിതാ നേതാവ് കൂടിയായ ചിന്ത ജെറോമിന്റേതാണ്. ചിന്തയിലൂടെ അനായാസം മണ്ഡലം നിലനിർത്താമെന്ന് CPM കരുതുന്നു. എല്ലാവർക്കും പൊതുവെ സുപരിചിതയാണ് ചിന്ത. കേരളത്തിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടിട്ടുള്ള, ട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഇടത് വനിതാ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ചിന്ത ജെറോം. ചിന്ത ജെറോമിന്റെ പ്രസംഗ ശൈലിയെയും പലപ്പോഴും എതിരാളികൾ ട്രോളുകൾക്ക് ഇരയാക്കാറുണ്ട്. എന്നാൽ മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരനായ MT വാസുദേവൻ നായരുടെ നേരിട്ടുള്ള പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് ചിന്തയുടെ പ്രസംഗ ശൈലി. കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ ആയിരിക്കെ യൂണിയൻ ഉദ്ഘാടന വേദിയിലായിരുന്നു MT വാസുദേവൻ നായർ ചിന്തയുടെ ഉച്ചാരണ ശുദ്ധിയെയും ഭാഷാ ശൈലിയെയും ഒക്കെ വേദിയിൽ വെച്ച് പ്രശംസിച്ചത്. എന്നാൽ ഏറെ വിവാദങ്ങൾക്കും ട്രോളുകൾക്കും വഴിവെച്ചിട്ടുള്ള ആൾ തന്നെയാണ് ചിന്ത ജെറോം. ജിമിക്കി കമ്മൽ പാട്ടിനെ കുറിച്ചും സെൽഫിയെ കുറിച്ചും എല്ലാം നടത്തിയ വിമർശനങ്ങൾ വലിയ പരിഹാസങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതുകൂടാതെ അഭിമന്യുവിന്റെ കൊലപാതകം സംബന്ധിച്ച് ചിന്ത നടത്തിയ പരാമർശവും വിവാദമായിരുന്നു. കോവിഡ് വാക്സിൻ സ്വീകരിച്ചതും ഒരു വിഭാഗം വിവാദമാക്കാനായി ശ്രമം നടത്തിയിരുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ സൗകര്യങ്ങളെ പറ്റിയുള്ള ചോദ്യത്തിന് പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് നടത്തിയ മറുപടിയും ചിന്തയെ എയറിലാക്കിയതാണ്. പിന്നീടും ഒട്ടേറെ വിവാദങ്ങളിൽ ചിന്ത ഇടം പിടിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിനിടയിൽ ബിയർ ബോട്ടിലിൽ വെള്ളം കുടിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ ചിന്തയ്ക്കെതിരെ ട്രോൾ മഴയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട്. അപ്പോഴും ട്രോളുകളെ ഏറെക്കുറെ ആസ്വദിക്കുകയും സഹിഷ്ണുതയോടെ നോക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് ചിന്ത ജെറോം. പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും വളരെയധികം സ്വീകാര്യതയുള്ള നേതാവ് കൂടിയാണ് ചിന്ത. ഇതെല്ലാം വരുന്ന തിരഞ്ഞെടുപ്പിൽ ചിന്തയ്ക്ക് അനുകൂല ഘടകങ്ങളാണ്. കോൺഗ്രസ് ആകട്ടെ വീണ്ടും പരിഗണിക്കുന്നത് മുൻ DCC പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയെ തന്നെയായിരിക്കും. കഴിഞ്ഞ തവണ ഉണ്ടായ പരാജയത്തിന് ശേഷം അവർ മണ്ഡലത്തിൽ സജീവമായിരുന്നു. കഴിഞ്ഞ തവണയും ശക്തമായ പോരാട്ടത്തിനൊടുവിലായിരുന്നു കൊല്ലത്ത് ബിന്ദു കൃഷ്ണ പരാജയപ്പെട്ടത്. KSUവിലൂടെ രാഷ്ട്രീയ രംഗത്ത് പ്രവേശിച്ച ബിന്ദു കൃഷ്ണ യൂത്ത് കോൺഗ്രസിന്റെയും പിന്നീട് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും മുൻനിര പോരാളികളിൽ ഒരാളായിരുന്നു. കഴിഞ്ഞ തവണ കൊല്ലം സീറ്റ് ലഭിച്ചതും ഏറെ നാടകീയമായിട്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി PC വിഷ്ണുനാഥിനെ കൊല്ലത്തേക്ക് പരിഗണിച്ചതും പിന്നീട് ബിന്ദു കൃഷ്ണ കരഞ്ഞതും ഒടുവിൽ KPCC നേതൃത്വം ബിന്ദുവിന് തന്നെ സീറ്റ് നൽകിയതുമൊക്കെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പരാജയത്തിന് ശേഷം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പലരും കാലുവാരിയെന്നും ബിന്ദു പ്രതികരിച്ചിരുന്നു.
നിലവിലെ MLA-ക്കെതിരായ വലിയ തോതിലുള്ള ജനവികാരവും സർക്കാരിനോടുള്ള അമർഷവും മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയ സാധ്യതയായി കാണുന്നുണ്ട്. സംഘടനാപരമായിട്ടും കോൺഗ്രസ് കൊല്ലം മണ്ഡലത്തിൽ നില മെച്ചപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഘടകങ്ങളെയൊക്കെയും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. ബിന്ദു കൃഷ്ണയേക്കാൾ മണ്ഡലത്തിൽ പൊതു സ്വീകാര്യതയുള്ളത് തോപ്പിൽ രവിയുടെ മകനായ സൂരജ് രവിക്കാണെന്ന വിലയിരുത്തലുകളും പാർട്ടിക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ മണ്ഡലത്തിൽ നിന്നും സൂരജ് രവി മത്സരിക്കുന്നതിനുള്ള സാധ്യതകളും ഏറെയാണ്. നിലവിൽ KPCC സെക്രട്ടറിയായ അദ്ദേഹം കൊല്ലം മണ്ഡലത്തിൽ ഒരു MLA പ്രവർത്തിക്കുന്ന നിലയിൽ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. നഗരം കേന്ദ്രീകരിച്ച സമരങ്ങൾക്കും മറ്റ് ജനകീയ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നതും സൂരജ് രവി തന്നെയാണ്. 2016 പരാജയം നേരിട്ടുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുള്ള പ്രവർത്തനങ്ങൾ സൂരജിന് അനുകൂല ഘടകവുമാണ്. BJPക്കും കൊല്ലം മണ്ഡലത്തിൽ കൃത്യമായ വോട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം BJP വോട്ട് നില വർദ്ധിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ BJP പിടിക്കുന്ന വോട്ടുകൾ കൂടി ഏറെ നിർണായകമാണ്. എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? BJP ആയിരിക്കുമോ, അതോ LDF ആയിരിക്കുമോ, അതോ UDF ആയിരിക്കുമോ? ആരായിരിക്കും കൊല്ലം പിടിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.